മനസ്സിലാവും. വീണ്ടും ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ആ സിനിമ വരികയാണ്. ദൃശ്യം തന്നെ. ദൃശ്യത്തിൻ്റെ മൂന്നാം പാർട്ട് അല്ലെങ്കിൽ ദൃശ്യം 3. ഏറെ വിവാദങ്ങളാണ് ദൃശ്യം 3യിലുള്ളത്. ഹിന്ദി സിനിമ മലയാള സിനിമയ്ക്ക് മുന്നോടിയായി തുടങ്ങുന്നു, കോമ്പറ്റീഷൻ ഇങ്ങനെയുള്ളത്. പക്ഷേ മോഹൻലാൽ എന്ന നടൻ്റെ ഈ ഒരു സിനിമ ഇന്ന് അനൗൺസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പാവുകയാണ്, ഇതിന് മുകളിൽ നിൽക്കാൻ വേറെ ചിത്രങ്ങളില്ല. മോസ്റ്റ് എവൈറ്റിംഗ് മൂവി ഏത് എന്ന് ചോദിച്ചാൽ അത് നമ്പർ 1 ഈ ഒരു സിനിമ തന്നെയായിരിക്കും. കാരണം കാലങ്ങളായി ആളുകൾ ആഗ്രഹിക്കുന്ന ദൃശ്യം എവിടെ തുടങ്ങിയോ ദൃശ്യം 3യിലേക്ക് എത്തുമ്പോൾ അത് തന്നെയാണ് ഈ ഒരു സീരീസ് നമ്മളെ ത്രസിപ്പിക്കുന്നത് എന്ന് തന്നെ പറയാം. അത് ഒഫീഷ്യലായി അങ്ങനെ ആൻ്റണി പെരുമ്പാവൂരും ജിത്തു ജോസഫും മോഹൻലാലും ചേർന്ന് അങ്ങനെ ജോർജ് കുട്ടിയെ അങ്ങ് ഇറക്കി വിടുക ആണ് ഇറക്കി വിടാൻ പോകുന്നു എന്നങ്ങ് പറയുകയാണ്. എന്താണേലും സിനിമയുടെ ഷൂട്ടിംഗ് ഓഗസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ സിനിമ ഡിസംബറിലേക്ക് ചിത്രീകരണം പൂർത്തീകരിക്കും എന്നുള്ളതാണ് വാർത്തകൾ പുറത്തു വരുന്നത്. സിനിമ ജനുവരി റിലീസായിട്ടായിരിക്കാം വരാൻ പോകുന്നത്, അല്ലെങ്കിൽ മാർച്ച് റിലീസായിട്ടായിരിക്കാൻ വരാൻ പോകുന്നത്. എന്ന് റിലീസ് ചെയ്യുന്നു എന്നുള്ളത് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം യാതൊന്നുമല്ല എന്നുള്ളത് നമുക്ക് പറയാം. എപ്പോൾ റിലീസ് ചെയ്യുന്നു അതാണ് ഫെസ്റ്റിവൽ സീസൺ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതെ, ദൃശ്യം അങ്ങനെ തന്നെയാണ് മലയാളികൾക്കുള്ളത്. ദൃശ്യം 2 OTTയിൽ ഇറങ്ങിയപ്പോൾ ഒരുപാട് പ്രേക്ഷകർക്ക് നിരാശ സമ്മാനിച്ച സിനിമയാണ്. മറ്റൊന്നുമല്ല, അത് തിയേറ്ററിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു 200 കോടി ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വന്നേനെയും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് തരണം. ലാൽ സലാം.